അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. എൻ്റെ പേര് രാഹുൽ. എൻ്റെ സ്വദേശം കൊല്ലം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച യുവാവാണ്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ അഥവാ മുതുമുത്തച്ഛന്മാർ ആരാധിച്ചു പോയിക്കൊണ്ടിരുന്ന ഓരോ കർമ്മങ്ങളും രീതികളും ഉണ്ടായിരുന്നു. വിഗ്രഹാരാധന അതുപോലെ മറ്റും. അപ്പോൾ എൻ്റെ മുത്തച്ഛനൊരു പൂജാരിയാണ്, ക്ഷേത്ര മേൽശാന്തിയാണ്. അപ്പോൾ ഒരു 18 വയസ്സ് വരെയും ഞാൻ പഠിച്ചിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റൊരു ഗ്രന്ഥങ്ങളോ ബൈബിളോ ഖുറാനോ ഒന്നും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മതം മാത്രം പഠിച്ചാൽ മതി എന്നൊരു വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ മുത്തച്ഛനോടൊപ്പം തന്നെ മറ്റു പഠനശാലയിലും എല്ലാം തന്നെ പോയി വേദങ്ങളും ഉപനിഷത്തുകളും ഏറെക്കുറെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു 18 വയസ്സ് ആയ സമയം, അതായത് ഒരു പ്ലസ് ടു പരീക്ഷ എക്സാമിനേഷൻ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ കൊണ്ടുപോകുന്ന വിശ്വാസം, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് തന്നെയാണോ സത്യം? മറ്റു മതങ്ങൾ സത്യമില്ലേ എന്ന ചിന്ത എന്റെ മനസ്സിലുണ്ടായി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ കൃത്യത ഹിന്ദു മതത്തിലില്ല. കാരണം ഹിന്ദു എല്ലാവരുമല്ല, കുറെ ഹിന്ദുക്കളായി ചെയ്യുന്ന ആൾക്കാര് എല്ലാം ഗ്രന്ഥങ്ങൾക്കെതിരായിട്ടാണ് അവർ ചെയ്യുന്നത്. വിഗ്രഹാരാധന, ദൈവത്തിന് രൂപം വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് ദൈവങ്ങൾ. പക്ഷെ നമ്മൾ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് പറയുന്നതിൽ, ദൈവത്തിന്റെ കാര്യം പറയുന്നതിൽ കൃത്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ മുത്തച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ കാണുന്ന വിഗ്രഹം, അച്ഛൻ ഈ വിഗ്രഹത്തെ സേവിക്കുന്ന, ഇതിനെ പൂജിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന വിഗ്രഹം, ഇത് വൈകുന്നേരം ആകുമ്പോൾ ദീപാരാധന കഴിഞ്ഞ ശേഷം ഒരു 7 മണി 8 മണി ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, നട അടച്ച് ചാവി പോക്കറ്റിൽ വെച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു. അപ്പോ സ്വന്തമായി ഈ ദൈവത്തിന്, ആ ദൈവത്തിനെ തന്നെ സംരക്ഷിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ പൂട്ടിയിട്ട് പോകുന്നത്. അച്ഛൻ പറഞ്ഞു, അങ്ങനല്ല, നമ്മുടെ ജോലിയാണ്, ജോലിയുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ശരിക്കും ഈ ദൈവം ആരാ? പറഞ്ഞു, ഈ ഇരിക്കുന്ന വിഗ്രഹമല്ല ദൈവം. ഈ ഇരിക്കുന്ന വിഗ്രഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ വിഗ്രഹത്തെ വെച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രതമാക്കുക, എന്നിട്ട് ശരിക്കുമുള്ള ദൈവത്തെ ഇതിലൂടെ നീ കാണുക. ഈ വിഗ്രഹത്തിന് കഴിവില്ല, ഈ വിഗ്രഹം ദൈവമല്ല. അപ്പോൾ മനസ്സിന് ഏകാഗ്രതയ്ക്ക് വേണ്ടി മാത്രമാകുന്ന രൂപം, ഒരു കല്ല് എന്നതാകുന്നു ഹൈന്ദവ വിഗ്രഹ വിശ്വാസം. പക്ഷെ ഈ വിശ്വാസം മിക്ക ആൾക്കാർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരും എന്ത് ചെയ്യുന്നു, ഞാനും മുമ്പുള്ള സമയത്ത് വിഗ്രഹങ്ങളെ പോയി ആരാധിക്കും, പ്രാർത്ഥിക്കും, കുമ്പിടും, വണങ്ങും ഒക്കെ ചെയ്യും. പിന്നെ ഒരിക്കൽ ഞാൻ എൻ്റെ ബന്ധുക്കാരോട് ചോദിച്ചു, ഒരു ദിവസം ക്ഷേത്രത്തിൽ പോവാണ്. അപ്പൊ നമ്മൾ ഒരു വലിയ വണ്ടിയിലാണ് പോവാണ്. ഞാൻ ചോദിച്ചു, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിൽ പറഞ്ഞു, അവന് നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോവാണ്. ആരുടെ ക്ഷേത്രം? ശിവക്ഷേത്രം. ഞാൻ അല്പനേരം ഒന്നും മിണ്ടിയില്ല. പിന്നീട് ചോദിച്ചു, ഈ ശിവൻ ആരാണ്? അപ്പൊ അവര് പറഞ്ഞു, ശിവൻ ദൈവം. പിന്നീട് ഞാൻ ചോദിച്ചു, അപ്പോ ഈ ശിവൻ കൈലാസത്ത് അഥവാ മന്ദാര എന്ന പർവ്വതത്തിന്റെ മുകളിൽ ശിവൻ ഇരുന്ന് ധ്യാനിക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം, ശിവന്റെ പ്രതിമ ഏകദേശം നമുക്ക് ഇപ്പൊ സാദൃശ്യമുണ്ട്. കാരണം അദ്ദേഹം എന്ത് ചെയ്യുക, ശൂലം പിന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം ചന്ദനക്കാലം പൂട്ടിയിട്ട് അദ്ദേഹം ധ്യാനത്തിലാണ്, പ്രാർത്ഥനയിലാണ്, അഥവാ തപസ്സിലാണ്, ഇബാദത്തിലാണ്. അപ്പം ഈ ശിവൻ ആരെയാണ് ധ്യാനിക്കുന്നത്? അപ്പൊ ശിവൻ ദൈവമാണെങ്കിൽ ഒരിക്കലും ശിവൻ ധ്യാനിക്കൂല. അപ്പോ ശിവൻ കണ്ണ് അടച്ചുകൊണ്ട് ശിവൻ ധ്യാനിക്കുന്നത് ആരെയാണ്? ഭായി പറഞ്ഞു, ശിവൻ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ശിവനെയാണോ ആരാധിക്കേണ്ടത്, അതോ ദൈവത്തെയാണോ ആരാധിക്കേണ്ടത്? അപ്പൊ അവർ ചിന്തിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മളുടെ പിതാക്കന്മാർ ചെയ്തു
തുടർന്നുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളാരും അതിന് ഇടയ്ക്ക് ഭംഗം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീടും എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ, ഈ ഇരിക്കുന്ന വിഗ്രഹം ഇത് ഞാൻ പണിതാണെന്ന് കരുതുക. അപ്പോൾ ഈ വിഗ്രഹത്തിനാണോ കഴിവ് അതോ എനിക്കാണോ? അമ്മ ആർക്കായിരിക്കും കഴിവ് തരുന്നത്? തീർച്ചയായിട്ടും മോനെ നിനക്ക് തന്നെ. അങ്ങനെയാണെങ്കിൽ അമ്മ ഈ വിഗ്രഹത്തെയാണോ ആരാധിക്കേണ്ടത് അതോ എന്നെയാണോ ആരാധിക്കേണ്ടത്? അപ്പോൾ എനിക്കാണ് കഴിവുള്ളവനെയാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ വിഗ്രഹത്തിനുണ്ടാക്കിയവനാണ് കഴിവ്, വിഗ്രഹത്തിന് കഴിവുമില്ല. അപ്പോൾ അമ്മ എന്നെ ആരാധിക്കേണ്ടി വരും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ എന്നെയാണോ ആരാധിക്കേണ്ടത് അതോ എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവിനെയാണോ ആരാധിക്കേണ്ടത്? അപ്പോൾ ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. കാരണം ഈ ഹിന്ദു സമുദായത്തിൽ സ്വാഭാവികമായി അറിഞ്ഞും അറിയാതെയും ആൾക്കാർ ഇതിൽ കീഴ്പ്പെട്ടു പോകുന്നു. പിന്നീട് എന്ത് ചെയ്തു? ഈ വേദങ്ങളൊക്കെ, പണ്ട് പഠിച്ച വേദങ്ങളൊക്കെ ഒന്നുകൂടെ മുത്തച്ഛന്റെ സഹായത്തോടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഋഗ്വേദം 1-ാം പുസ്തകത്തിൽ പറയുന്ന ഒരു മന്ത്രമുണ്ട്. പുരുതരം പുരുണാമീശാനാം വരാണാം ഇന്ദ്രം സോമേ സജാസുതേ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടികർത്താവായ ഈശ്വരനെ ആരാധിക്കുക. അതിൽ നമ്മുടെ സൃഷ്ടികർത്താവായ ഈശ്വരനെ ആരാധിക്കുക. ഋഗ്വേദം 1-ാം പുസ്തകം 164-ാം സൂക്തം 46-ാം വചനം പറയുന്നു, ഇന്ദ്രം മിത്രം വരുണമഗ്നി ബാഹുരതോ ദിവ്യസസുർപ്പണോ ഗുരുത്മാൻ ഏകം സത് വിപ്രബഹുത വദന്തി യമം മാദരശാനമാഹു. വിഷ്ണുവെന്നും അഗ്നിയെന്നും വരുണനെന്നും പറഞ്ഞുകൊണ്ട് വിദ്വാൻമാർ ഏകനായ ദൈവത്തെ പല നാമങ്ങൾ പറഞ്ഞു അവനെ സ്തുതിക്കുന്നു. പക്ഷെ ഏകം സത്, സത്യമായതുള്ളത് ഒന്ന് മാത്രമാകുന്നു. ഋഗ്വേദം 6-ാം പുസ്തകം 36-ാം സൂക്തം 4-ാം വചനം പറയുന്നു, യാ ഏക ഇത്തമുഷ്ടഹി. ദൈവം ഒന്ന് മാത്രമാകുന്നു. അവനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. ഇപ്പം പറഞ്ഞ വചനം ഋഗ്വേദം 6-ാം പുസ്തകം 46-ാം സൂക്തം 15-ാം വചനമാണ്. പിന്നീടും പറയുന്നുണ്ട്, ഋഗ്വേദം 8-ാം പുസ്തകം 1-ാം സൂക്തം 1-ാം വചനം പറയുന്നു, മ ചിദ്ദാൻ യദ്വിഷൻസത സഹയോമാർഷണ്യത. ഓ കൂട്ടുകാരെ, നിങ്ങൾ ദൈവത്തിന് പകരമായി മറ്റൊന്നിനെ ആരാധിക്കാതിരിക്കുക, മറ്റൊന്നിനെ വണങ്ങാതിരിക്കുക. സത്യമായ ഒന്നിനെ മാത്രം നിങ്ങൾ ആരാധിച്ച് വണങ്ങുക. ഋഗ്വേദം പിന്നെയും പറയുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് രംഗത്തിൽ വേദങ്ങൾ പറയുന്നു ദൈവം ഏകനാണെന്ന് പറയുന്നു. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം പറയുന്നു. അതിന്ന് സുപരിചിതമാണ് എല്ലാവരും, കാരണം ഇന്നത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ വേദങ്ങൾ ഞാൻ വായിച്ച കാര്യമാണ്. 32-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം യജുർവേദത്തിൽ പറയുന്നു, ന തസ്യ പ്രതിമ അസ്തി യസ്യ നാമ മഹദൃശ്യ. ദൈവത്തിന് പകരമായി യാതൊന്നുമില്ല, അവന്റെ നാമം എങ്ങും വ്യാപിച്ചു കിടക്കുന്ന യശസ്സാകുന്നു. അതിൽ ദൈവത്തിന് പകരമായി പ്രതിമ എന്ന് സൂചിപ്പിക്കുന്ന സംസ്കൃതാർത്ഥം വിഗ്രഹം, ബിംബം, ചിത്രം, രൂപം, ഇതൊന്നും ദൈവത്തിന് പകരമാവുകയില്ല. പിന്നെയും പറയുന്നു യജുർവേദം 40-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം, സപര്യകാച്ചു ക്രമകായേന പ്രണമസ്ന വിരശുദ്ധമാപ്പവിധം കബീർ മനീഷി പരിപ്രഹ. ദൈവം ജഡശരീരമില്ലാത്തവനാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. ശുദ്ധാമാപ്പവിധം, അവൻ പരിശുദ്ധനാകുന്നു, ജഡശരീരമില്ലാത്തവനാകുന്നു. അതുപോലെ നോക്കുകയാണെങ്കിൽ അഥർവവേദം 5-ാമത്തെ പുസ്തകത്തിൽ പറയുന്നു, തമിതം തികതം സസേഷ ഏവ വിദ്വേക ഏവം യഗതം ദേവമൃതം സർവേ അസ്മിൻ ദേവ. അതായത് ഏകനായുള്ളവൻ ഏകനായി തന്നെ നിലനിൽക്കുന്നു, രണ്ടാമതൊരു ദൈവമില്ല തന്നെ. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ അടിസ്ഥാന വിശ്വാസം ഹിന്ദു മതത്തിലെ ഏകദൈവ വിശ്വാസമാകുന്നു. വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല എന്നതാകുന്നു. ഉപനിഷത്താണെങ്കിലോ, കേന ഉപനിഷത്ത് 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നു, നചക്ഷുഷാന പശ്യതി യേന നചക്ഷുഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്യുനേദം യതിതാവമാമുപാസതേ. നിനക്ക് കണ്ണിന് കാഴ്ചവൻ ആരാകുന്നു? അവനാകുന്നു ദൈവം. നീ കാണുന്ന ഒന്നും തന്നെ ദൈവമാകുന്നില്ല. അതുപോലെ പിന്നെയും കാടോപനിഷത്തിൽ പറയുന്നുണ്ട്, ദൈവം ആദിയും അന്ത്യവും ഇല്ലാത്തവനാകുന്നു.
ശ്വേതാശ്വേതാരോപനിഷത്ത് 6-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം പറയുന്നു, നാച്ചാസ്യ കസിച്ച് ജനിതാന ചതിവ. ദൈവത്തിന് ഒരു പിതാവില്ല, മാതാവില്ല, അവൻ സന്താനരഹിതനാകുന്നു, അവന് തുടക്കമോ അവസാനമോ ഇല്ലാത്തവനാകുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളാകുന്നു എന്നെ പിന്നീട് പഠനങ്ങളിലേക്ക് നയിച്ചത്. അങ്ങനെ പഠനങ്ങളിലേക്ക് നയിച്ചു, ഹിന്ദുമത വിശ്വാസം ബോധ്യമായി. പിന്നെ ഞാൻ പഠിച്ചു എന്താണ് ഹിന്ദു എന്ന മതത്തെക്കുറിച്ച്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ പേരല്ല, ഒരു സംസ്കാരത്തിന്റെ പേരാണ്. സംസ്കാരം അത് സിന്ധു നദി ചുറ്റപ്പെട്ട് കിടന്നവരെ വിദേശികൾ വിളിക്കപ്പെട്ട പേരാകുന്നു ഹിന്ദു. അതൊരു മതത്തിന്റെ പേരല്ല, ഒരു സംസ്കാരത്തിന്റെ പേരാകുന്നു. അപ്പം ശ്രീകൃഷ്ണൻ ഹിന്ദു ആണെന്ന് പറയുന്നില്ല മഹാഭാരതത്തിലെ, ശ്രീരാമൻ രാമായണത്തിൽ ഹിന്ദു ആണെന്ന് പറയുന്നില്ല, വേദവ്യാസ മുനിയോ ശിവനോ ബ്രഹ്മാവോ വിഷ്ണു ആരും ഹിന്ദു ആണെന്ന് പറയുന്നില്ല. അവരെല്ലാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കപ്പെട്ടവർ എന്നാണ് അതിലെല്ലാം പറയുന്നത്. അങ്ങനെ പിന്നീട് ഞാൻ +2 കഴിഞ്ഞു, ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് തോന്നി, എന്നാ പിന്നെ ഈ ക്രിസ്തു മതവും ഇസ്ലാം മതം എന്താണെന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബൈബിൾ വായിച്ചു, ഖുറാൻ വായിച്ചു. അങ്ങനെ ഈ 3 മതഗ്രന്ഥങ്ങളും ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇത് 3ഉം വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തി. അപ്പൊ പഠനം നടത്തിയപ്പോൾ ഞാൻ മനസ്സിലായ കാര്യങ്ങളെന്ന് വെച്ചാൽ, ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, ബൈബിളിലും ഖുറാനിലും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, സർവശക്തനായ ദൈവം ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാകുന്നു ആദം. ഭവിഷ്യപുരാണത്തിൽ 4ഉം 7ഉം അധ്യായങ്ങളിൽ പറയുന്നു ആദമ ഹിവ്യവതി, ആദവും ഹൗവയും. അതാണ് ബൈബിളിലും ഖുറാനിലും ആദവും ഹൗവയും. തുടക്കത്തിൽ യാതൊരു കുഴപ്പമില്ല. പിന്നീട് പറയുന്നുണ്ട്, ഭവിഷ്യപുരാണത്തിൽ പറയുന്നു, കാലഘട്ടങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ലോകത്ത് തിന്മകൾ വർദ്ധിച്ചു. അപ്പോൾ ന്യൂഹ എന്ന ഒരു അവതാരത്തെ ദൈവം തിരഞ്ഞെടുത്തു. അവതാരം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം അയക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അവതാരം, താഴേക്ക് ഇറങ്ങി വരുന്നത്, അയക്കപ്പെടുന്നവൻ. അതിന് പിന്നീട് ഹൈന്ദവ സമൂഹത്തിൽ ഒരു വട്ടം ദൈവം അവതാരം എടുക്കും. അത് തെറ്റായ സങ്കല്പമാണ്. അവതാരം എന്നതിന്റെ സംസ്കൃതാർത്ഥം ദൈവം അയക്കപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ന്യൂഹ എന്ന അവതാരത്തെ തിരഞ്ഞെടുക്കുന്നു. ആ ന്യൂഹയാണ് ഈ പറയുന്ന ഖുറാനിലെ നൂഹ് നബി അലൈഹി ഇസ്ലാം, നൂഹ്. ബൈബിളിലെ നോഹ. പിന്നീട് പറയുന്നുണ്ട്, ലോകം അധപതിക്കുമ്പോൾ ഈശ മസീഹ് എന്ന് പറയുന്ന ഒരാൾ ജന്മമെടുക്കും. അദ്ദേഹം കുമേരി എന്ന സ്ത്രീ നിലയും അദ്ദേഹം ജനിക്കുക. ആ സ്ത്രീ കന്യകയായിരിക്കൽ ഗർഭം ധരിക്കുന്ന സ്ത്രീ ആയിരിക്കും. അപ്പോൾ ആ കുമേരി എന്ന മറ്റേ കൂ മാറ്റിയാൽ മേരിയായി മാറി. അതുപോലെ ഈശ മസീഹ് എന്ന് സൂചിപ്പിക്കുന്നതാകുന്നു ബൈബിളിലെ യേശു ക്രിസ്തു, ഖുറാനിലെ ഈസാ നബി അലൈഹി സ്വലാം. പിന്നീട് പറയുന്നു, ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേന സമുചിത മഹാമത ഇതിഹാത്ത ശിഷ്യശാഖാ സമുചിതം. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശിയായ ഒരു ആചാര്യൻ ലോകത്തിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ പേര് മഹാമത എന്നായിരിക്കും. അദ്ദേഹം തന്റെ അനുചരന്മാരോടൊപ്പം ലോകത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോ ആ മഹാമത എന്നുദ്ദേശിച്ചത് മുഹമ്മദ് നബി ആണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ആ പറയുന്ന അന്തിമ ഋഷി, അല്ലെങ്കിൽ അന്തിമ ഋഷി എന്നാണ് അതിൽ പറയുന്നത്, അന്തിമ ഋഷി, അന്തിമമായ പ്രവാചകൻ അല്ലെങ്കിൽ അവതാരം എന്ന് സൂചിപ്പിക്കുന്നത് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് വ്യക്തമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിന്റെ 10 ദശാവതാരങ്ങളായ കൽക്കി അവതാരങ്ങളിൽ 10ാമത്തെ അവതാരമാണ് കൽക്കി. ആ കൽക്കി അവതാരം പോലും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് എൻ്റെ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്നും അതുപോലെ എൻ്റെ വായനയിൽ നിന്നും മറ്റു പല മീഡിയയിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു. സക്കീർ നായികിനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതിന് കറക്റ്റ് കാര്യമാണ്. കാരണം എന്താണ്, ഗ്രന്ഥങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ പറയുന്ന കൽക്കി അവതാരം എന്ന് സൂചിപ്പിക്കുന്നത് വിരൽ ചൂണ്ടുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാകും. അപ്പോൾ ഈ പഠനം എന്നെ ഖുറാനിലേക്ക് കുറച്ചുകൂടെ എനിക്ക് വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ ഖുറാൻ വായിച്ചു. അങ്ങനെ ഇതിന് ശേഷമാണ്, എന്നാൽ എന്തുകൊണ്ട് എനിക്ക് അന്ത്യപ്രവാചകനെ പിൻപറ്റിക്കൂടാ? ഞാനൊരു സത്യമായ ഒരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ, പരിപൂർണമായി ഞാനൊരു ഹിന്ദു ആണെങ്കിൽ, എനിക്ക് വിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ പിൻപറ്റേണ്ട ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ മത്സ്യം മുതൽ കൽക്കി വരെ, ഇപ്പൊ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഇങ്ങനെ പോകുന്നുണ്ട്, അത് കൽക്കി വരെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ മുസ്ലിമായി. ഇപ്പോൾ അൽഹംദുലില്ലാ
നല്ലപോലെ സന്തോഷമായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു. അള്ളാഹുവിന്റെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് സുഖമായി ജീവിക്കുന്നു. അപ്പോൾ ശരിക്കുമുള്ള വിശ്വാസം, സത്യമായതുള്ളത് ഇപ്പോൾ പരിശുദ്ധ ഖുർആനാകുന്നു. മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളിലും സത്യവുമുണ്ട്, സ്വാഭാവികമായി മനുഷ്യന്റെ കൈകടത്തൽ നടന്നു പോയിട്ടുമുണ്ട്. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. സ്വാഭാവികമായി അത് കൈകടത്തലിൽ വിധേയമായി പോയി. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? ഖുർആനെ സംരക്ഷിച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു അതിനെ സംരക്ഷിച്ചു. കാരണം ശരിക്കുമുള്ള ശുദ്ധമായ ഏകദൈവ വിശ്വാസം നിലനിൽക്കാനും മുഹമ്മദ് നബി എന്ന പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്താനും വേണ്ടിയിട്ട് അള്ളാഹു ഖുർആൻ നിലനിർത്തിയിരിക്കുന്നു നമുക്ക് വേണ്ടി. അപ്പോൾ ഉറച്ചു പിടിക്കുക, ഒരിക്കലും ഭിന്നിക്കാതിരിക്കുക. ഇപ്പോൾ പോകുന്ന തൗഹീദ് അത് അതുപോലെ മുറുക്കെ പിടിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും, നമ്മളെ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.